യൂണിവേഴ്സൽ ആണോ ദൈവം എന്നുള്ള ഒരുപാട് പേർക്കൊരു സംശയമാണ്. ദൈവമാണോ യൂണിവേഴ്സൽ ആണോ ദൈവം? ഇവർ രണ്ടും ഒന്നാണോ? ഇവർ തമ്മിലുള്ള വ്യത്യസ്തം എന്താണ്? ഇവർ രണ്ടും ഒന്നല്ല, ഇവർ തമ്മിൽ വ്യത്യസ്തരാണ്. ഇത് രണ്ടും വേറെ വേറെയാണ്, ഇത് രണ്ടും ഒന്നല്ല. ഇങ്ങനെ കുറേ കഥകൾ, സ്റ്റോറികൾ നമ്മുടെ നാട്ടിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ യൂണിവേഴ്സൽ എന്ന് പറയുന്നത് അതൊരു ദൈവമോ ഗോഡോ കോൺസെപ്റ്റിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നല്ല. ഗോഡ് എന്ന് പറയുന്നത് ആ ഗോഡ് എന്നതിൻ്റെ വെറും സൃഷ്ടി മാത്രമാണ് ഈ യൂണിവേഴ്സൽ എന്നാണ് നാം വിശ്വസിക്കേണ്ടത്. അല്ലാതെ യൂണിവേഴ്സൽ എന്ന് പറയുന്നതല്ല ഗോഡ്. യൂണിവേഴ്സൽ ഇറ്റ്സ് നോട്ട് എ ഗോഡ്, ഇറ്റ്സ് നോട്ട് എ ലൈക്ക് എന്താ പറയുക, നമ്മൾ ബിലീവ് ചെയ്യുന്ന ആ ഗോഡ് ആ ഒരു ലെവലിലോട്ട് നമുക്ക് യൂണിവേഴ്സൽ എന്നതിന് കൊണ്ടുപോകാൻ കഴിയില്ല. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം, ഈ ഭൂമിയിലുള്ള മറ്റ് ജീവികൾ, മനുഷ്യന്മാർ, നാൽക്കാലി ജീവികൾ, ഇരുകാലി മനുഷ്യന്മാർ, ഇഴജന്തുക്കൾ, അങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ജീവജാലങ്ങളെല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു പ്രപഞ്ചം, ഇതാണ് യൂണിവേഴ്സൽ. അല്ലാതെ യൂണിവേഴ്സൽ പ്രപഞ്ചം എന്നുള്ള രണ്ട് കാര്യങ്ങൾ ഗോഡല്ല. ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ്. ആ ഗോഡിന്റെ ബ്ലെസ്സിങ് ആണ് യൂണിവേഴ്സൽ. ഓക്കെ, ഈ യൂണിവേഴ്സലിന്റെ മറ്റുള്ള ഒരു കലാവിരുദ്ധമാണ് മനുഷ്യന്മാരും നാൽക്കാലി മൃഗങ്ങളും. ഓക്കെ, സോ യൂണിവേഴ്സലും ഗോഡും ഒന്നല്ല, നിങ്ങൾ ആദ്യം വിശ്വസിക്കുക. സോ ചിലരുടെ ബിലീവിങ്ങിനനുസരിച്ച് ഇതിലൊരു ഡൗട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റി. ഒരുപാട് പേര് എന്നോട് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ഗോഡും യൂണിവേഴ്സലും ഒന്നാണെന്ന്. അല്ല, രണ്ടും ഡിഫറൻ്റ് ആണ്. യൂണിവേഴ്സൽ എന്ന് പറയുന്നത് ദൈവമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ കലാവിരുതുകൾ, ദൈവത്തിൻ്റെ ശക്തികൾ, ദൈവത്തിൻ്റെ പവർ, ദൈവം എന്നുള്ള ആ ഒരു നമുക്ക് കാണാൻ കഴിയാത്ത എന്നാൽ നാം ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആ ഒരു പവർ, ആ ഒരു എനർജിയുടെ ഒരു ബ്ലെസ്സിങ്, മനുഷ്യൻ എന്ന് പറയുന്ന നമ്മളെ പോലുള്ള ഒരു ബ്ലെസ്സിങ് ആണ് ഇവിടെയുള്ള സർവ്വതും. നമ്മൾ കാണുന്ന എല്ലാം കൂടിച്ചേരുന്ന ഒരു ഭാഗമാണ് യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ ഇറ്റ്സ് നോട്ട് എ ഗോഡ്. ഗോഡ് ഈസ് എ ക്രിയേറ്റർ. ഓക്കെ, ഗോഡ് ക്രിയേറ്ററാണ്, ഇത് ക്രിയേഷനാണ്. ഓക്കെ, കാരണം ക്രിയേറ്റർ എന്ന് പറയുന്നത് അത് വേറെ തലങ്ങളിൽ ഉയർന്നു കിടക്കുന്ന ഒന്നാണ്. അതിലോട്ട് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് കാണാൻ കഴിയാത്ത, നമ്മൾ ആരാധിക്കുന്നതായിട്ടുള്ള ആ ഒരു ഗോഡ്, അതാണ് യഥാർത്ഥത്തിലുള്ള ഗോഡ്. പ്രപഞ്ചം, യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഗോഡല്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നിങ്ങൾ ഇന്ന് മുതൽ മാറ്റുക. പ്രപഞ്ചം, ഗോഡ് ഇറ്റ്സ് എ വെരി 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 ഡിഫറെൻറ്റ്. ഗോഡ് ഈസ് എ എന്താ പറയുക, ഗോഡിനിപ്പോൾ കമ്പയർ ചെയ്ത് നമുക്കൊന്നും പറയാൻ കഴിയില്ല. അത് വേറൊരു ലെവലിലോട്ട് തലങ്ങളിൽ കിടക്കുന്ന ഒന്നാണ്. ആ ഗോഡിൻ്റെ ഒരു അനുഗ്രഹം, ആ ഗോഡിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി, ആ ഗോഡിൻ്റെ ഒരു പ്ലാനിങ്, മാപ്പിംഗ്, അങ്ങനെയുള്ളൊരു കാര്യം മാത്രമാണ് ഈ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സലും ഗോഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസിന് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ യൂണിവേഴ്സ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഗോഡ് എന്നൊന്നും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറക്കാതെ എല്ലാവരിലോട്ടും എത്താൻ വേണ്ടി ഈ അറിവ് എന്താണ് യൂണിവേഴ്സ്, എന്താണ് ഗോഡ് എന്ന് തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലോട്ടും വ്യക്തത വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഇത് അയച്ചു കൊടുക്കുക. മറക്കാതെ പ്രൊഫൈലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.